നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു പലഹാരത്തിന്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. എന്താന്നല്ലേ? കേസരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, അടിപൊളിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ, എങ്കിൽ മാത്രമേ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കേസരി എങ്ങനെ തയ്യാറാക്കുന്നത് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ നമുക്ക് ഏറ്റവും രുചികരമായ കേസരി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി 1 കപ്പ് റവ, അതായത് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേ അളവിൽ തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ അളവ് പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഗ്ലാസ്സോ ഒരു ചെറിയ പാത്രം എടുത്താൽ മതിയേ. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ മാറ്റി വെക്കണം കേട്ടോ. ഒരു പാൻ എടുത്ത് അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 1/4 കപ്പ് നെയ്യ്, അതായത് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കണം കേട്ടോ. ഒരു സോഫ്റ്റ് ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഉപയോഗിക്കുന്നത്. മിൽമയുടെ നെയ്യാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായ ശേഷം അതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. ചെറിയ ഒരു കളർ മാറ്റം മതി കേട്ടോ. അത് വറുത്ത് കോരിയ ശേഷം മുന്തിരിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം ചൂട് വേണ്ട കേട്ടോ, ചെറിയ ചൂടിൽ വെച്ച് വേവിച്ചാൽ മതിയേ. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ റവയില്ലേ, 1 കപ്പ് റവ, അത് ആ നെയ്യിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കണം. 5-6 മിനിറ്റ് വറുക്കണം കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിൻ്റെ ഒട്ടിപ്പിടിക്കലൊക്കെ ഒന്ന് മാറി ഒന്ന് വിട്ട് വരുന്നതായി കാണാം. ഈ സമയം കേസരിക്ക് ആവശ്യമായ വെള്ളം തിളപ്പിക്കണം. 1 കപ്പ് റവയ്ക്ക് ആവശ്യമായ വെള്ളം 2 കപ്പ്. അതൊന്ന് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഒന്നെങ്കിൽ അതിലേക്ക് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രം കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇപ്പുറത്ത് റവ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് റെഡിയായി കിട്ടും. അതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളത്തിൻ്റെ ചൂട് ഒട്ടും കുറയാൻ പാടില്ല കേട്ടോ. നല്ല ചൂടോട് കൂടി തന്നെ ഒഴിക്കണേ. ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം വെക്കുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതായി കാണാം. ഈ സമയം നമുക്ക് അതിലേക്ക് വേണ്ട പഞ്ചസാര എടുത്ത് വെക്കാം കേട്ടോ. 1 കപ്പ് റവയ്ക്ക് ആവശ്യമായ പഞ്ചസാര 1 കപ്പ് തന്നെയാണ്. റവയിലെ വെള്ളം പൂർണ്ണമായും വറ്റിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം കുറച്ച് വെള്ളം പോലെയൊക്കെ തോന്നാം കേട്ടോ. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി കിട്ടും. ഇപ്പോഴാണ് ഇതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് കൂടെ ചേർക്കേണ്ടത്. നെയ്യ് ചേർത്ത ശേഷം അതിലേക്ക് നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അതും കൂടെ ചേർക്കണം കേട്ടോ. ഈ സമയം തന്നെ വേറൊരു പണി കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഇത് ഒഴിച്ചു മാറ്റുന്നത് ആ പാത്രം ഒന്ന് നെയ്യോ വെച്ചൊന്ന് തുടച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മേലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മേലെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നതോടൊപ്പം ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാം കേട്ടോ. ഞാനിതിൽ ചേർത്തിട്ടില്ലേ. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും മക്കൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.